മലയാളനാട് ലോക ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സംഭവം ഉണ്ടായിട്ട് ഇന്ന് 100 വർഷം തികഞ്ഞു. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമെന്ന് പ്രഖ്യാപിച്ച് കേരളത്തിലൊരു സർവ്വമത സമ്മേളനം നടന്നതിൻ്റെ വാർഷികം. ആധുനിക കേരളത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ആലുവയിൽ സംഘടിപ്പിച്ച സമ്മേളനം 1924 മാർച്ച് 3-4 തീയതികളിൽ നടന്ന സമ്മേളനത്തിൻ്റെ ലക്ഷ്യം വ്യത്യസ്ത മതങ്ങളുടെ സാർവത്രികമായ ഏകത ജനങ്ങളിൽ എത്തിക്കുക എന്നതായിരുന്നു. ഗുരുവിൻ്റെ ജീവിതത്തിലെയും ദർശനങ്ങളിലെയും ജ്വാല അണയാതെ നിലനിർത്താൻ പ്രാപ്തമായ ചില സിനിമകൾ നമുക്കുണ്ട്. ഇറങ്ങിയ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിലൂടെയാണ് ഗുരുദർശനങ്ങൾ ആദ്യമായി വെള്ളിത്തിരയിലെത്തുന്നത്. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ മുതൽ കളവൻകോടൻ ക്ഷേത്രത്തിലെ കണ്ണാടി പ്രതിഷ്ഠ വരെയുള്ള കാലത്തെ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥയാണ് സിനിമയുടെ പശ്ചാത്തലം. KS ആന്റണി സംവിധാനം ചെയ്ത് രാമൻ നമ്പ്യത്ത് നിർമ്മിച്ച കാൽപ്പാടുകൾക്ക് യേശുദാസ് എന്ന ഗായകനെ മലയാളത്തിന് സമ്മാനിച്ച ചിത്രം എന്ന പ്രത്യേകത കൂടിയുണ്ട്. 1985 PA ബക്കറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ശ്രീനാരായണ ഗുരു എന്ന സിനിമ ഗുരു ആരായിരുന്നുവെന്നും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നുവെന്നും അറിഞ്ഞിരിക്കാൻ സഹായിക്കും. തൊട്ടടുത്ത വർഷം 1986 ഗുരുദേവ പിക്ചേഴ്സിന്റെ ബാനറിൽ സ്വാമി ശ്രീനാരായണ ഗുരുവും പുറത്തിറങ്ങി. 1989 ഗുരുദേവൻ എന്ന പേരിൽ ഗുരുവിന്റെ ജീവിതകഥ വീണ്ടും സിനിമയായി. ഉദയഭാനുവായിരുന്നു സംവിധാനം. ഒടുവിൽ 2010 R സുകുമാരൻ സംവിധാനം ചെയ്ത യുഗപുരുഷൻ എന്ന ചിത്രവും നാരായണ ഗുരുവിന്റെ ജീവിതം പറഞ്ഞു. മമ്മൂട്ടി, തലൈവാസൽ വിജയ്, നവ്യ നായർ, സിദ്ദിഖ് തുടങ്ങിയവർ അണിനിരുന്ന ചിത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടി. ജാതിക്കൊല നടക്കുന്ന ഇന്നത്തെ കേരളത്തിൽ, കുഴുകുത്തി കഞ്ഞി കുടിപ്പിച്ചത് ഓർത്ത് കൊതികൊള്ളുന്ന ഇന്നത്തെ കേരളത്തിൽ, മതം മനുഷ്യനെ മലിനജീവിയാക്കുന്ന ഇന്നത്തെ കേരളത്തിൽ ഗുരുവിനെക്കുറിച്ചുള്ള സിനിമകൾ പോലും ഫലപ്രദമായ ചികിത്സയാണ്.